Yes. ഓക്കെ, ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഒരു ബോക്സ് വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വുഡ് ഹാവ്, കുഡ് ഹാവ്, മേ ഹാവ്, മൈറ്റ് ഹാവ്, ഷുഡ് ഹാവ്, മസ്റ്റ് ഹാവ്. സോ ഇപ്പൊ നമ്മൾ വുഡ് ഹാവിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുഡ് ഹാവിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ വരുന്നത് ഷുഡ് ഹാവ് എന്ന് പറയുന്ന സംഭവമാണ്. പാസ്റ്റ് അൺറിയൽ റെക്കമെൻഡേഷൻ എന്ന് പറയും. അതായത് ഇപ്പം അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മളത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. സോ അത് പാസ്റ്റിലെ ഒരു റിയലിസ്റ്റിക് അല്ലാത്തൊരു സംഭവത്തെ കുറിച്ചിട്ട്, അത് റെക്കമെൻഡേഷൻ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഷുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്യാത്തത് കാരണം എന്തോ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് ഇപ്പം ഞാൻ മരുന്ന് കഴിക്കാത്തോണ്ട് എനിക്ക് അസുഖം സിവിയർ ആയി. അപ്പൊ നമ്മൾ പറയും നീ മരുന്ന് കഴിക്കണേനു എന്ന് പറയൂലേ, നീ മരുന്ന് കഴിക്കണമായിരുന്നു എന്ന് പറയും. പിന്നെ നമ്മളിപ്പം ഒരു കല്യാണത്തിന് പോയിട്ടില്ല. അപ്പൊ ഒരു കല്യാണത്തിന് പോവാത്തോണ്ട് ആ കല്യാണം കഴിക്കുന്ന ആള് നമ്മൾ വരാത്തത് കാരണം കുറച്ച് വിഷമം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും നീ പോവണായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഒരു പേഴ്സണെ കാണാൻ പറ്റാത്തത് കാരണം അവര് വിഷമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുമല്ലോ ഞാൻ പോവണേനു, ഞാൻ പോവണമായിരുന്നു, അല്ലെങ്കിൽ ഇപ്പം വിളിക്കണമായിരുന്നു എന്നൊക്കെ പറയുമല്ലോ. അത് സംഭവിച്ചിട്ടില്ല, പാസ്റ്റിൽ സംഭവിച്ചിട്ടില്ല. പക്ഷെ അത് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതിനൊരു ആഫ്റ്റർ എഫക്റ്റും ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പം പഠിച്ചിട്ടില്ല, അപ്പൊ നമുക്കിപ്പോ ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടില്ല എങ്കിൽ ഞാൻ ഇപ്പൊ പറയാണ് എനിക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടില്ല. അപ്പൊ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യണമായിരുന്നു, ലിസൺ ചെയ്യണമായിരുന്നു. അപ്പൊ അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ടീച്ചറിനെ കൂടുതൽ ലിസൺ ചെയ്യണമായിരുന്നു എന്ന് പറയുമ്പോൾ അത് ചെയ്യാത്തത് കാരണം ചെറിയൊരു സംഭവം, ചെറിയൊരു എന്താ പറയാ വിഷമം നേരിട്ടിട്ടുണ്ടാവാം ആ പേഴ്സൺ. ഓക്കെ, സോ അങ്ങനെ നമ്മൾ പറയും. അപ്പം ഷുഡ് ഹാവ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പറയേണ്ടത്. ഈ ഷുഡ് ഹാവ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് അവിടെ V3 ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ കാണുന്നത് യു ഷുഡ് ഹാവ് ലിസൺ ടു ദ ടീച്ചർ. നീ ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കണമായിരുന്നു. യു ഷുഡ് ഹാവ് ലിസൺ ടു ദ ടീച്ചർ. അങ്ങനെയാണ്. അപ്പൊ നമുക്ക് കൂടുതൽ എക്സാമ്പിൾ നോക്കിയാലോ. ഒന്നും ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് ഈ ഷുഡ് ഹാവിന്റെ അർത്ഥം വരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ കൂടുതൽ എക്സാമ്പിൾസ് എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് തരാം. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചുകൂടെ കൂടെ ടഫ് ആയിട്ടുള്ള എക്സാമ്പിൾസിലോട്ട് പോവാം കേട്ടോ. ഓക്കെ, ഇതിൽ V3 ആണ് വേണ്ടത്. വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഷുഡ് ഹാവ് യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം V1, V2, V3 ഉണ്ട്. അപ്പൊ നമ്മൾ V3 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇപ്പത്തെ ഫസ്റ്റ് ന്യൂ അഡ്മിഷൻ ഉള്ളവരോട് പറയാണ്, നിങ്ങളിത് തുടക്കം കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണിത്, ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. നിങ്ങൾ ഇപ്പം ചെയ്യേണ്ടത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഭയങ്കര മീൻസ് ഒന്ന് ഒബ്സർവ് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ലിസൺ ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ ഡോണ്ട് വറി, നിങ്ങൾ വീഡിയോ ക്ലാസ്സസ് കണ്ട് വരുന്ന സമയത്ത് പിന്നെ ഇതിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ഷുഡ് ഹാവ് പ്ലസ് V3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യണമായിരുന്നു എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അവിടെ ഏത് വേർബാണോ നമ്മൾ ആഡ് ചെയ്യുന്നത് അത് ചെയ്യണമായിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, നോട്ട് ചെയ്തു. നിങ്ങൾക്കിപ്പോ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വരി ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പൊ ഞാൻ ഇതില് നിങ്ങൾക്ക് തരുന്ന നോട്ട്സ് നിങ്ങൾ അതേപോലെ തന്നെ എഴുതി വെക്കുക കേട്ടോ.
ഓക്കെ, നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് വരുന്നത്. ഞാൻ അവനെ വിളിക്കണമായിരുന്നു. ഓക്കെ, ഞാൻ അവനെ വിളിക്കണമായിരുന്നു. ഞാൻ അവനെ വിളിക്കണമായിരുന്നു. അപ്പൊ ഇവിടെ ഞാൻ എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ചേർക്കണമല്ലോ അല്ലെ, എന്തായാലും. സോ ഐ, പിന്നെ എന്താ വരുന്നത്? ഷുഡ് ഹാവ്. ഓക്കെ, ഐ ഷുഡ് ഹാവ്. കോൾ എന്നുള്ളതിന്റെ V3 ഫോം എന്താ വരിക? കോൾഡ് എന്നല്ലേ വരിക? കോൾഡ്. ഓക്കെ, സോ ഐ ഷുഡ് ഹാവ് കോൾഡ് ഹിം. ഹിം, അവനെ എന്നുള്ളത് നമുക്കറിയാം, ഹിം യൂസ് ചെയ്യാം അല്ലെ. സോ ഐ ഷുഡ് ഹാവ് കോൾഡ് ഹിം. ഞാൻ അവനെ വിളിക്കണമായിരുന്നു. ഓക്കെ, ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ മനസ്സിലായില്ലേ? ഐ ഷുഡ് ഹാവ് കോൾഡ് ഹിം. ഞാൻ അവനെ വിളിക്കണമായിരുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ ആണ്. അവൾ ക്ഷമ ചോദിക്കണമായിരുന്നു. അവൾ ക്ഷമ ചോദിക്കണമായിരുന്നു. അത് നമ്മൾ എങ്ങനെയാ കൊടുക്കുക? അവള് ക്ഷമ ചോദിക്കണമായിരുന്നു. ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കിയേ നിങ്ങള്. അവൾ എന്നുള്ളത് നമ്മൾ ഷീ യൂസ് ചെയ്യും അല്ലെ. പിന്നെ ഒബിയസ്ലി ഷുഡ് ഹാവ്. പിന്നെന്താ? ക്ഷമക്ക് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, പറ്റും നോക്കാം. പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അമ്മു, ഷീ ഷുഡ് ഹാവ് അപ്പോളജൈസ്ഡ്. ഓക്കെ, ഓക്കെ, ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണല്ലേ. ക്ഷമ ചോദിക്കുന്നതിന് നമ്മൾ അപ്പോളജൈസ് എന്നാ പറയാം. അപ്പൊ നീ ക്ഷമ ചോദിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം യു ഷുഡ് അപ്പോളജൈസ്. ഓക്കെ, യു ഷുഡ് അപ്പോളജൈസ് എന്ന് പറയാം. അപ്പൊ ക്ഷമ ചോദിക്കണമായിരുന്നു, പക്ഷെ ചോദിച്ചിട്ടില്ല. അപ്പൊ അതിന് നമുക്ക് ഷുഡ് ഹാവ് പ്ലസ് V3 യൂസ് ചെയ്യേണ്ടേ. സോ ദാറ്റ് ഈസ് ഷീ ഷുഡ് ഹാവ് അപ്പോളജൈസ്ഡ്. അവള് ക്ഷമ ചോദിക്കണമായിരുന്നു. സിമ്പിൾ അല്ലേ അല്ലേ? ഞാൻ കൂടുതൽ പഠിക്കണമായിരുന്നു എന്നൊക്കെ പറയൂലേ. ഞാൻ കൂടുതൽ പഠിക്കണമായിരുന്നു. ഞാൻ കൂടുതൽ പഠിക്കണമായിരുന്നു എന്ന് പറയുമ്പം എന്താ പറയാ, അവിടെ ഒരു റിഗ്രറ്റ് ആണ് അല്ലേ. റിഗ്രറ്റ്, ട്രൈ നോട്ട് സ്റ്റഡി, റൈറ്റ്? ട്രൈ നോട്ട് സ്റ്റഡി. അവര് പഠിക്കാതിരുന്നതിലുള്ള ഒരു റിഗ്രറ്റ് ഉണ്ടാകുമല്ലോ. സോ ദാറ്റ് ഈസ് ഞാൻ കൂടുതൽ പഠിക്കണമായിരുന്നു. ഇതെങ്ങനെയാ നമ്മള് പറയാ? സ്റ്റഡി, പഠിക്കുക എന്നുള്ളത് ഒബ്വിയസ്ലി വി നോ ദാറ്റ് സ്റ്റഡി അല്ലേ. അപ്പൊ അതിന്റെ V3 ഫോം നമുക്കറിയാം, സ്റ്റഡീഡ്. ഓക്കെ, സ്റ്റഡിയുടെ സ്പെല്ലിംഗ് റോങ് ആണ് കേട്ടോ അൻസിയ മോൾ. നമ്മള് സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കണേ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സമയത്ത് കുഴപ്പമില്ല, പക്ഷെ നമ്മൾ എഴുതുന്ന സമയത്തൊക്കെ ആവുമ്പം കറക്റ്റ് തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ.
So the correct answer is studied more than ഒന്നും കൊടുക്കണ്ട ഉമ്മു സൽമ. Okay, I should have studied more കൊടുത്തിട്ടുണ്ട്. റെക്കോർഡ് ക്ലാസ് കിട്ടുന്നില്ല. റെക്കോർഡ് ക്ലാസ് കിട്ടുന്നില്ല, ഒന്നുകൂടെ ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കൂ കേട്ടോ. Okay, your answer is I should have studied harder. That is your answer. ഇനി സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളിൽ വരുന്ന ലാസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഒന്നും കൂടെ പറഞ്ഞുതരാം. അവനവന്റെ ഫ്രണ്ടിനെ സഹായിക്കണമായിരുന്നു. അവനവന്റെ ഫ്രണ്ടിനെ സഹായിക്കണമായിരുന്നു. അവനവന്റെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഒരു സെന്റൻസ് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ട്രൈ ചെയ്യാം കേട്ടോ. മനസ്സിലാവുന്നില്ല. ഓക്കെ ഓക്കെ, I expected that comment. Yeah. He should have helped his friend. ഏകദേശം ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. ഓക്കെ, ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഇനി ഞാൻ ആ കമന്റ് മൈൻഡ് ചെയ്യൂല. ബിക്കോസ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ന്യൂ അഡ്മിഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള വീഡിയോ ക്ലാസ്സസ് ഒന്നും കണ്ടു കഴിയാതെ ഈ പറയുന്ന ഈ ലൈവ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരിക്കും. എങ്കിലും നിങ്ങൾ ഇപ്പം ഞാൻ തന്നിട്ടുള്ള മലയാളം എങ്ങനെ, അതായത് വിളിക്കണമായിരുന്നു, ചെയ്യണമായിരുന്നു, നീ പോവണമായിരുന്നു എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നമ്മളത് എങ്ങനെയാ ഇംഗ്ലീഷിലോട്ട് ആക്കുക എന്നുള്ളതാണ് ഇപ്പം പറഞ്ഞു തരുന്നത്. സോ ഇപ്പൊ ഈ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് എങ്ങനെയാണ് ഈ യൂസേജ് വരുന്നത് എന്നുള്ളതൊന്ന് മൈൻഡിലോട്ട് കൊണ്ടുപോയിട്ട് നോക്കാം. ഓക്കെ, അതും പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ, ഇപ്പോ ഈ ലൈവ് നിങ്ങൾ ലൈവ് നിന്ന് ലീവ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, പോയി വീഡിയോ ക്ലാസ്സസ് മൊത്തം കാണും. അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഐഡിയ കിട്ടും എവിടെയാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഐഡിയ കിട്ടും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ലൈവിന്റെ തന്നെ റെക്കോർഡ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങളത് കാണാം. അതായിരിക്കും നന്നാവുക. ഓക്കെ, അപ്പം ഇപ്പൊ ഞാൻ പറയുന്നത് ഷുഡ് ഹാവ് എന്ന് പറയുന്നത് നമ്മൾ പാസ്റ്റിലെ അൺറിയൽ സിറ്റുവേഷൻ നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്കിപ്പോ ഒരു റിഗ്രറ്റ് വന്നിട്ട് നമ്മൾ പറയുന്നതും ഒക്കെ ആയിട്ട്, റിഗ്രറ്റ് വന്നിട്ട് നമ്മൾ പറയും നീ അത് ചെയ്യണമായിരുന്നു, നീ അവളെ വിളിക്കണമായിരുന്നു, നീ അവനെ സഹായിക്കണമായിരുന്നു ഒക്കെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഷുഡ് ഹാവ്. ഇത് നമ്മൾ ഓരോ തുള്ളി തുള്ളി ശേഖരിക്കുക എന്ന് പറയും. നമ്മൾ ഓരോ ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ ഇംഗ്ലീഷില്. ഓക്കെ, അപ്പൊ ഈ ഓരോ ഡ്രോപ്പ് നമ്മൾ ഒരു പാത്രത്തിലോട്ട് നമ്മൾ ആക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും അല്ലെ. അതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ലൈവില് ഓരോ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ അത് മാക്സിമം ശേഖരിക്കാൻ നോക്കാം. എന്താണ് ഈ യൂസേജ്, എവിടെയാണ് ഇതിപ്പോ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോ നമുക്കറിയാലോ, പല തുള്ളി പെരുവെള്ളം എന്നുള്ള സംഭവം ഉണ്ടല്ലോ, നമുക്കറിയാലോ. അപ്പൊ ചെറിയ ചെറിയ അറിവുകൾ ശേഖരിച്ച് വെക്കുക. അപ്പൊ ഇത് മറക്കാതിരിക്കുക, നിങ്ങളിത് സംസാരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു വരുന്നത് ഞാൻ മൈൻഡ് ചെയ്യൂല. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ വേറൊരു സംഭവം ഉണ്ട്. ഇത് മാറ്റല്ലേ കേട്ടോ, മാറ്റല്ലേ. ഇനി ഇവിടെ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് ഷുഡ് ഹാവ് പ്ലസ് V3 ചെയ്യണമായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ പറയാണ് നീ അവനെ വിളിക്കണ്ടായിരുന്നു.
നീ അവനെ വിളിക്കണ്ടേനു എന്ന് പറയുമല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെയാ യൂസ് ചെയ്യാ? ഇപ്പൊ ഞാൻ ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത് നീ ചെയ്യണേനോ എന്നുള്ളതാണ്. നീ ചെയ്യണമായിരുന്നു. ഓക്കെ, അപ്പൊ വിളിക്കണ്ട, നീ അവനെ വിളിക്കണ്ടായിരുന്നു. വിളിക്കണ്ട എന്നല്ല, യു ഷുഡിൻ കോൾ എന്ന് പറഞ്ഞാൽ മതി, വിളിക്കണ്ട എന്നുള്ളത്. പക്ഷെ അയാൾ അത് വിളിച്ചു, പക്ഷെ അത് വിളിക്കണ്ടായിരുന്നു എന്ന് പറയല്ലോ നമ്മള്. അല്ലെങ്കിൽ നീ വിളിക്കരുതായിരുന്നു എന്ന് പറയല്ലോ. അതിന് നമ്മൾ യൂസ് ചെയ്യുക ഷുഡിന്റ് ഹാവ് ആണ്, ഷുഡ് നോട്ട് ഹാവ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റും യു ഷുഡിന്റ് ഹാവ് കോൾഡ് ഹിം എന്ന് പറഞ്ഞാൽ മതി. യു ഷുഡിന്റ് ഹാവ് കോൾഡ് ഹിം, അങ്ങനെയാ നമ്മൾ പറയാം. അപ്പൊ അതൊന്ന് യു ഷുഡിന്റ് ഹാവ് കോൾഡ് ഹിം, നീ അവനെ വിളിക്കണ്ടായിരുന്നു. യു ഷുഡിന്റ് ഹാവ് കോൾഡ്, നീ അവനെ വിളിക്കണ്ടേനു. അപ്പൊ അതൊരു വിളിക്കണ്ട, അതൊരു സജഷൻ നമ്മൾ പറയാണ്. സജഷൻ പറയുമ്പോൾ നീ അവനെ വിളിക്കണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം അത് സംഭവിച്ചിട്ടില്ല. അപ്പൊ യു ഷുഡിന്റ് കോൾ ഹിം. ഓക്കെ, അപ്പൊ അത് സംഭവിച്ചിട്ടില്ല, സംഭവിക്കാൻ പോണ കാര്യമാണ്. ഇത് സംഭവിച്ചു കഴിഞ്ഞ കാര്യത്തിൽ നമ്മൾ പറയാണ് നീ അവനെ വിളിക്കണ്ടായിരുന്നു. അപ്പൊ യു ഷുഡിന്റ് ഹാവ് കോൾ ഹിം, അങ്ങനെയാണ് പറയാം. ഓക്കെ, അത് അങ്ങനെ തന്നെ മലയാളത്തിൽ എഴുതി വെക്കാട്ടെ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. എന്നിട്ട് നീ കൂടുതൽ എക്സാമ്പിൾസും കൂടുതൽ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങളുടെ കയ്യിലൊക്കെ വേർബിന്റെ ഷീറ്റ് ഉണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഇല്ല എങ്കിൽ, നിങ്ങൾ എടുത്തിട്ടില്ല എങ്കിൽ വേർബിന്റെ ഷീറ്റ് നിങ്ങളൊന്ന് പ്രിന്റ് ഔട്ട് എടുക്കുക കേട്ടോ. ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് V1, V2, V3യുടെ വേർബിന്റെ ഷീറ്റ് കിട്ടും. ഇറഗുലർ പ്ലൂരലും ഇറഗുലർ വേർബും റെഗുലർ വേർബും ഉണ്ടായിരിക്കും. അപ്പം അത് രണ്ടും നിങ്ങൾ എടുത്തു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, കൂടുതൽ എക്സാമ്പിൾസ് യൂസ് ചെയ്തിട്ട് ചെയ്തു നോക്കുക കേട്ടോ. ഓക്കെ, ഗുഡ്. ഇനി രണ്ടാമത്തത് എന്തായിരുന്നു? രണ്ടാമത്തത് ഷീ ഷുഡ് ഹാവ് അപ്പോളജൈസ്ഡ് എന്ന് ഞാൻ തന്നിട്ടുണ്ടായിരുന്നേ. അവള് ക്ഷമ ചോദിക്കണമായിരുന്നു. അപ്പോ നമ്മൾ പറയാണ് ഇപ്പൊ ആ ക്ഷമ ചോദിച്ചത് കാരണം ക്ഷമ ചോദിക്കപ്പെട്ട വ്യക്തി അങ്ങനെയല്ല പറയാം, ആരാണോ ആ ക്ഷമ സ്വീകരിച്ചിട്ടുള്ളത് ആ വ്യക്തിക്ക് കുറച്ച് അഹങ്കാരം കൂടി ഉണ്ടെങ്കിൽ നമ്മൾ പറയല്ലോ. അല്ലെങ്കിൽ ആ സമയത്ത് അവര് മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും നീ അത് ക്ഷമ ചോദിക്കണ്ടായിരുന്നു, നിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, നീ ക്ഷമ ചോദിക്കണ്ടായിരുന്നു എന്ന് പറയുമല്ലോ നമ്മള്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് എന്ത്? യു ഷുഡൻ ഹാവ് അപ്പോൾ നീ എന്നുള്ളത് നമുക്ക് അവള് ക്ഷമ ചോദിക്കണ്ടായിരുന്നു എന്നാണെങ്കിൽ ഷീ ഷുഡൻ ഹാവ് അപ്പോളജൈസ്ഡ്. ഓക്കെ, ഷീ shouldn't have apologized. She shouldn't have apologized. നീ ക്ഷമ ചോദിക്കണ്ടായിരുന്നു. ക്ഷമ ചോദിച്ചത് ഒരു അബദ്ധമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പറയല്ലോ നീ ക്ഷമ ചോദിക്കണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറയും യു shouldn't have apologized. ഓക്കെ, സിമ്പിൾ അല്ലത്. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ എന്തായിരുന്നു ഞാൻ തന്നിട്ടുണ്ടായിരുന്നത്? ഐ ഷുഡ് ഹാവ് സ്റ്റഡീഡ് ഹാർഡർ. അപ്പൊ നീ നന്നായി പഠിക്കണ്ടായിരുന്നു എന്ന് പറയാം. അങ്ങനെ ആരും പറയാറില്ല. പക്ഷെ ഇപ്പം എക്സാം ഇപ്പൊ PSC ഒക്കെ ആണെങ്കിലും ഒക്കെ ക്യാൻസൽ ചെയ്യുമല്ലോ. അതേമാതിരി നമ്മുടെ ഏതെങ്കിലുമൊക്കെ എക്സാം ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അയാൾ ഇരുന്ന് പഠിച്ചിട്ടുണ്ടാവൂലേ. അപ്പൊ ആ സമയത്ത് നമ്മൾ പറയും നീ കൂടുതൽ പഠിക്കണ്ടായിരുന്നു അല്ലെ, ഇത്ര എഡിങ്ങറായിട്ട് നീ പഠിക്കണ്ടായിരുന്നു എന്നൊക്കെ പറയും നമ്മള്. അപ്പൊ അതിന് നമുക്ക് പറയാം യു ഷുഡൻ ഹാവ് സ്റ്റഡീഡ് ഹാർഡർ. ഓക്കെ, നീ കൂടുതൽ പഠിക്കണ്ടായിരുന്നു. യു ഷുഡന്റ്. What do you mean? Yeah. Nee.
നീ കൂടുതൽ പഠിക്കണ്ടായിരുന്നു. യു ഷുഡൻ ഹാവ് സ്റ്റഡീഡ് ഹാർഡർ. അല്ലെങ്കിൽ നമ്മൾ തന്നെ തനിയെ പറയാണ്, ഇപ്പൊ ഞാൻ നന്നായി പഠിക്കണ്ടേനു എന്ന് പറയുമ്പോൾ നമുക്ക് ഐ ഷുഡന്റ് യൂസ് ചെയ്യാം കേട്ടോ. ഐ ഷുഡൻ സ്റ്റഡീഡ് ഹാർഡർ എന്ന് യൂസ് ചെയ്യാം. നെക്സ്റ്റ് എക്സാമ്പിൾ എന്തായിരുന്നു നമ്മളുടെ? Shouldn't have studied more harder. Studied. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ വരുന്നത് അവൻ അവന്റെ സുഹൃത്തിനെ സഹായിക്കണമായിരുന്നു. അപ്പോ എന്താ പറയാ, അവൻ സഹായിച്ചതിന് ശേഷം എന്തുണ്ടായി? എന്താ പറയാ, വേണ്ട എന്നുള്ള, സഹായിക്കണ്ടായിരുന്നു എന്നുള്ള ഒരു റിഗ്രറ്റ് മൈൻഡിൽ വന്നു. അപ്പോ നമ്മൾ പറയും അവൻ അവന്റെ സുഹൃത്തിനെ സഹായിക്കണ്ടായിരുന്നു. ഓക്കെ, കാരണം വേറെന്തോ ഒരു കാരണം കൊണ്ട് നമ്മൾ പറയുന്നതായിരിക്കും അല്ലെ. അപ്പോ അല്ലെങ്കിൽ കുറച്ചുകൂടെ എറഗന്റ് ആയിട്ട് ആ സഹായിക്കപ്പെട്ട വ്യക്തി കുറച്ചുകൂടെ എറഗന്റ് ആയിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയൂലേ ചെയ്യണ്ടേന്ന് പറയും. സോ അവൻ അവന്റെ സുഹൃത്തിനെ സഹായിക്കണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെയാ നമ്മൾ പറയുക? He shouldn't have helped his friend എന്ന് പറഞ്ഞാൽ മതി അല്ലേ? He shouldn't have helped his friend. അവൻ അവന്റെ സുഹൃത്തിനെ സഹായിക്കണ്ടായിരുന്നു എന്ന് പറയും. അവന്റെ സുഹൃത്തിനെ സഹായിക്കേണ്ട ഒരു കുശുമ്പ് പിടിച്ച് പറയില്ല. അതൊക്കെ ഇങ്ങനെ അതൊക്കെ ഉണ്ട്. അതൊക്കെ പറയണമെങ്കിൽ നമ്മൾ ഷുഡ് യൂസ് ചെയ്താൽ മതി. നീ അവനെ സഹായിക്കേണ്ട, യു ഷുഡ് നോട്ട്. അവിടെ ഹാവിന്റെ ആവശ്യമില്ല. യു ഷുഡൻ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ മതി. യു ഷുഡ് നോട്ട് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇനി കുറച്ചും കൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കുറച്ചുകൂടെ സെന്റൻസസ് നമുക്ക് നോക്കാം കേട്ടോ. ഇച്ചിരി അഡ്വാൻസ്ഡ് ആണ്, പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നീ അവരുടെ ഉപദേശം കേൾക്കണമായിരുന്നു. നീ അവരുടെ ഉപദേശം കേൾക്കണമായിരുന്നു. നീ അവരുടെ ഉപദേശം കേൾക്കണമായിരുന്നു. പക്ഷെ കേട്ടില്ല. അപ്പൊ എന്തോ സംഭവിച്ചു? അപ്പൊ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ പറയും അല്ലെ. അപ്പൊ എന്താ പറയാ? നിങ്ങളൊന്ന് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത്, നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന കൂടെ നിങ്ങൾ എഴുതുകയും വേണം കേട്ടോ. ഉപദേശത്തിന് നമുക്കറിയാം അഡ്വൈസ് എന്നാ പറയാ അല്ലെ. ഓക്കേ, കുറച്ച് ശരിയായിട്ട് ചെയ്യുന്നുണ്ട്, ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തുന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ കേട്ടോ.
ഒരാള് അമി തങ്കച്ചൻ ഫ്രം ദാറ്റ് ഐ ഡി. ഓക്കെ, അത് തെറ്റാണ് കേട്ടോ, തെറ്റാണ് ചെയ്തിട്ടുള്ളത്. ഫാത്തിമ അൻവർ. ഓക്കെ, വിപിൻ ദാസ്. ഓക്കെ, അനുരാജ് സോമരാജൻ. ഓക്കെ, ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ അനുരാജ്. ദയർ എന്നുള്ളത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. നമ്മളെപ്പോഴും ലിസൺ കഴിഞ്ഞിട്ട് ടു എന്നുള്ള സംഭവം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ലിസൺ ടു മ്യൂസിക്, ലിസൺ ടു ഹെർ, ലിസൺ ടു ദയർ അഡ്വൈസ്. അപ്പം ടു ചേർത്ത് കൊടുക്കണം. ലിസൺ കഴിഞ്ഞിട്ട് ടു ചേർത്ത് കൊടുക്കണം കേട്ടോ. ലിസൺ ടു. ഓക്കെ, സോ ഇവിടെ നമുക്ക് V3 യൂസ് ചെയ്യാം. ലിസണിന്റെ V3 എന്താ വരിക? ലിസൺഡ്. ഓക്കെ, ലിസൺഡ്. സോ you should have listened to their advice. You should have listened to their advice. സജഷൻ ദിയ, നമ്മൾ സജഷൻ എന്ന് പറയുമ്പോൾ നിർദ്ദേശം എന്നുള്ളതായി മാറില്ലേ? അപ്പം നോക്കാം കേട്ടോ. അഡ്വൈസ് അല്ലേ നമ്മൾ പറഞ്ഞല്ലേ. ഇനി ഇച്ചിരി കൂടെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അവളുടെ അവസ്ഥ എത്ര ഗൗരവമായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരുന്നു. അവൾ അവസ്ഥ എത്ര, ജസ്റ്റ് മലയാളം അവൾ അവസ്ഥ എത്ര ഗൗരവമാണെന്ന് മനസ്സിലാക്കണമായിരുന്നു. അപ്പൊ അവള് മനസ്സിലാക്കണമായിരുന്നു അല്ലെ, എന്ത്? സിറ്റുവേഷൻ. അവസ്ഥ മീൻസ് സിറ്റുവേഷൻ. ഓക്കെ, എത്ര ഗൗരവമാണെന്ന് ചെയ്യാൻ പറ്റും. നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തിയാലും നോ പ്രോബ്ലം. ഓക്കെ, നമുക്ക് ശരിയാക്കി എടുക്കാം. സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും വീഡിയോ. ഒരു ലാസ്റ്റ് 10 മിനിറ്റ് നമുക്ക് കുറച്ച് വൊക്കാബുലറി മീൻസ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തരാം കേട്ടോ. നമ്മളിപ്പം കണ്ണ് കുത്തുന്നതിന് എന്താ പറയാ, അതേമാതിരി തോണ്ടുന്നതിന് എന്താ പറയാ, പിന്നെ ഇയർഫോണൊക്കെ കെട്ടി കുടുങ്ങിന്നൊക്കെ പറയല്ലോ. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് അല്ലേ നിങ്ങൾക്ക്? പിന്നെ അതേമാതിരി കാലൊടിഞ്ഞു കൈയൊടിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എങ്ങനെയാ പറയാ? ഇത്ര വലിയ സെന്റൻസ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മറന്നു പോകില്ലല്ലോ. അപ്പൊ അതൊക്കെ എന്താ പറയാന്നുള്ളതൊക്കെ നമുക്ക് ലാസ്റ്റ് ഒരു 10 മിനിറ്റ് നമുക്ക് അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാം കേട്ടോ. നമ്മളൊരു മുടിയൊക്കെ കെട്ടിക്കുടുങ്ങി അല്ലെങ്കിൽ കയറൊക്കെ കെട്ടിക്കുടുങ്ങി എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ അതൊക്കെ എന്താ അല്ലെ? അങ്ങനത്തെ കുറച്ച് വൊക്കാബുലറി ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കൂലേ, മനസ്സിലാക്കാൻ പറ്റൂലേ. അതേമാതിരി ഇപ്പൊ നമ്മള് എന്താ പറയാ, കുറെ രോഗങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും വെള്ളപ്പാണ്ടിന് എന്താ പറയാ, അതുപോലെ ഇപ്പൊ കഫക്കെട്ടിന് എന്താ പറയാ എന്നൊക്കെ നമ്മൾ പറയും. അതൊക്കെ എന്താ പറയാ, അതൊക്കെ നമുക്ക് പഠിക്കണ്ടേ? ഇത് മാത്രം പഠിച്ചു പോയാൽ പോരല്ലോ, ചെറിയ ചെറിയ സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. ലാസ്റ്റ് 10 മിനിറ്റ് നമുക്ക് അതിന് വേണ്ടിട്ട് സ്പെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പം കുറെ ആൾക്കാർ ട്രൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് റിയലി നൈസ്. ഓക്കെ, ട്രൈ ചെയ്യണം അല്ലേ നമ്മള്. സോ ട്രൈ ചെയ്തപ്പം കുറച്ച് പേര് ഇച്ചിരി കുറച്ചുകൂടെ ഒന്ന് ട്രൈ ചെയ്തു, റെഡിയാക്കാൻ നോക്കി.
ഓക്കെ, സോ നമുക്കിപ്പോ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അവൾ അവസ്ഥ എത്ര ഗൗരവമായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കണമായിരുന്നു. ഓക്കെ, മനസ്സിലാക്കണമായിരുന്നു. സോ ഷീ ഷുഡ് ഹാവ് റിയലൈസ്ഡ് ഹൗ സീരിയസ് ദ സിറ്റുവേഷൻ വാസ്. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാ. ഓക്കെ, അവസ്ഥ മനസ്സിലാക്കണമായിരുന്നു. അണ്ടർസ്റ്റുഡ് ചേർത്ത് കൊടുക്കാം. ഷീ ഷുഡ് ഹാവ് അണ്ടർസ്റ്റുഡ്, നമ്മൾ മനസ്സിലാക്കണമായിരുന്നു. പക്ഷെ നമ്മള് അതിന് നമ്മൾ യോജിച്ച് റിയലൈസ് ചെയ്യാന്നുള്ളതല്ലേ. റിയലൈസ് ചെയ്യാൻ സിറ്റുവേഷൻ അനുസരിച്ച് അണ്ടർസ്റ്റാൻഡും റിയലൈസേഷനും ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൂടെ. അപ്പൊ ഇവിടെ നമുക്ക് റിയലൈസ് ചെയ്യണമായിരുന്നു, അവള് തിരിച്ചറിയണമായിരുന്നു എന്നല്ലേ. മനസ്സിലാക്കുക എന്നുള്ളത് നമുക്കറിയാം അണ്ടർസ്റ്റാൻഡ് ആണെന്ന്. പക്ഷെ സിറ്റുവേഷൻ നോക്കണ്ടേ നമ്മള് അല്ലെ. So she should have realized how serious the situation was. Okay, so your next example. ആ അവസരം ഞാൻ എടുക്കണമായിരുന്നു. ആ അവസരം ഞാൻ എടുക്കണമായിരുന്നു. ആ അവസരം ഞാൻ എടുക്കണമായിരുന്നു, അല്ലെങ്കിൽ സ്വീകരിക്കണമായിരുന്നു നമുക്ക് പറയാം. ഓക്കെ, ആ അവസരം ഞാൻ എടുക്കണമായിരുന്നു. How can I say that? ആ അവസരം ഞാൻ എടുക്കണമായിരുന്നു. അത് നമുക്ക് എപ്പോഴും തോന്നുന്ന കാര്യം അല്ലെ. ഫസ്റ്റ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാല് നമ്മളുടെ മടി കാരണം നമ്മൾ പറയും ഞാനില്ല എന്ന് പറഞ്ഞിട്ട് നമ്മള് ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യൂ അല്ലെ. അങ്ങനെ സ്റ്റെപ്പ് ബാക്ക് ചെയ്യരുത്. ഞാനൊക്കെ ഭയങ്കര മണ്ടിയായിരുന്നു തിരിച്ചറിഞ്ഞു. എന്റെ എത്ര അവസരങ്ങളാണ് നഷ്ടപ്പെട്ടത് പറയും. ഞാൻ സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നതുകൊണ്ട് എന്റെ കുറെ അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മളെന്ത് ചെയ്യരുത്, എന്ത് സാധനമാണെങ്കിലും നമ്മളൊന്ന് പഴറ്റി നോക്കാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവസരം ഇപ്പൊ സ്റ്റേജിൽ വന്നിട്ട് ഒരു വെൽക്കം സ്പീച്ച് പറയാനാണ്, അല്ലെങ്കിൽ ഒരു സ്പീച്ച് പറയാനാണ്. ഇപ്പൊ കുട്ടികളാണെങ്കിൽ അസംബ്ലിക്ക് എന്തെങ്കിലുമൊക്കെ കോറി പറയാനാണെങ്കിൽ നിങ്ങൾ റിസ്ക് എടുക്കണം. റിസ്ക് എടുത്തിട്ടൊന്ന് ചെയ്ത് നോക്കൂ, നല്ല രസമാണ്. റിസ്ക് എടുത്തിട്ട് നിങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി, നിങ്ങൾ നിങ്ങളുടെ കാലിബർ ഇങ്ങനെ പ്രൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അതിന്റെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും. സോ അപ്പോ എന്ത് ഓപ്പർച്യൂണിറ്റി നിങ്ങളെ മുന്നിലുണ്ടെങ്കിലും അത് നിങ്ങൾ എടുക്കുക, എത്ര റിസ്ക് ആണെങ്കിലും എടുക്കുക കേട്ടോ. സോ ഇവിടെ ആ അവസരം ഞാൻ എടുക്കണമായിരുന്നു. പിന്നീട് ഈ റിഗ്രറ്റും റിഗ്രറ്റ് ഒക്കെ ഇട്ട് നടക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല അല്ലെ. സോ അതെങ്ങനെ നമ്മൾ പറയാം, ആ അവസരം ഞാൻ എടുക്കണമായിരുന്നു. സോ ഐ ഷുഡ് ഹാവ് ഇവിടെ എന്താ വരിക, സ്വീകരിക്കണമായിരുന്നു എന്ന് നമുക്ക് പറയാം. എടുക്കണമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം, ടേക്ക് എന്നുള്ള സംഭവം യൂസ് ചെയ്തിട്ട് അതിന്റെ V3 എടുത്താൽ മതി. സ്വീകരിക്കണമായിരുന്നു എന്ന് പറയണമെങ്കിൽ റിസീവ്ഡ് എന്ന് പറയാം നമുക്ക് അല്ലെ. ഓക്കെ, സോ ഐ ഷുഡ് ഹാവ് ടേക്കൺ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഐ ഷുഡ് ഹാവ് ടേക്കൺ ദാറ്റ് ഓപ്പർച്യൂണിറ്റി. I should have taken that opportunity. സിമ്പിൾ അല്ലേ. നിങ്ങളെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമ്മൾ മടി കാണിച്ചിട്ട് ഒഴിവാക്കുന്ന സംഭവമാണ്. മെയിൻ ആവാന്ന് പറയും ആൾക്കാർ, നമ്മള് മെയിൻ ആവാൻ അറിയും. പക്ഷെ ആൾക്കാർക്ക് അത് പറയാം, പക്ഷെ നമ്മൾ മെയിൻ ആവാനുള്ള ചാൻസ് ഒക്കെ മെയിൻ ആയിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. എസ്പെഷ്യലി സ്റ്റുഡൻസ്, നിങ്ങൾ ഇപ്പൊ മെയിൻ ആയാലേ കുറച്ചുകൂടെ കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ മെയിൻ ആവാൻ പറ്റുള്ളൂ. സോ ആൾക്കാർ പറയും ഓന് മെയിൻ ആവാൻ കയറി എന്നൊക്കെ പറയും, പക്ഷെ മൈൻഡ് ചെയ്യാണ്ട് മെയിൻ ആയിക്കൊണ്ടി. സോ യുവർ നെക്സ്റ്റ് എക്സാമ്പിൾ, അവള് നേരത്തെ പോകണമായിരുന്നു. അവള് നേരത്തെ പോകണമായിരുന്നു എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇത് കുറച്ച് സിമ്പിൾ ആണ് അല്ലേ. അവള് നേരത്തെ പോകണമായിരുന്നു. We can also use chance, right? Yeah. മഹേഷ്, ചാൻസ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ വിടരുത്. ഓക്കെ, നമ്മളതിന് പോയിട്ട് ബെഗ് ചെയ്യൊന്നുമല്ല, എനിക്ക് ചാൻസ് തരുമോ എനിക്ക് ചാൻസ് തരുമോ എന്ന് പറഞ്ഞിട്ട് ബെഗ് ചെയ്യൊന്നുമല്ല. പക്ഷെ എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ മുന്നിൽ ചാൻസസ് വരുമല്ലോ, അപ്പൊ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാ എന്നാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് ബാക്ക് ചെയ്യരുത് എന്നാ പറയുന്നത്. ഓക്കെ, ഗോ അഹെഡ്.
അവൾ നേരത്തെ പോകണമായിരുന്നു. ഈ നേരത്തെ പോകണമായിരുന്നു എന്ന് പറയണമെങ്കിൽ നമുക്ക് രണ്ടെണ്ണം യൂസ് ചെയ്യാം. ഒന്ന് നമുക്ക് ഗോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലീവ് യൂസ് ചെയ്യാം. ലീവ്. ഓക്കെ, ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവുക. ഷീ ലെഫ്റ്റ് ഫ്രം ഹിയർ എന്നൊക്കെ നമ്മൾ പറയില്ല, അവൾ ഇവിടുന്ന് പോയി എന്ന് പറയുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് അവള് നേരത്തെ പോകണമായിരുന്നു എന്ന് നമ്മള് പറയണമെങ്കിൽ നമ്മൾ പറയും ഷീ ഷുഡ് ഹാവ് ലെഫ്റ്റ് ഏർലി. മുഹമ്മദ് മുബാരിസ്, എന്തൊക്കെയാ അത്? ടൈപ്പ് ചെയ്യുമ്പോ സൂക്ഷിച്ച് ചെയ്യാട്ടോ. She should have left early. Okay, so ഈ should have ന്റെ മാക്സിമം യൂസേജസ് ഞാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വൊക്കാബ് നോക്കാം കേട്ടോ. The shorts are. Oh, here's the kind. Okay. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പാന്റും നമ്മുടെ ഡ്രസ്സൊക്കെ നമ്മൾ മറിച്ചിടുക എന്ന് പറയുമല്ലോ. തിരിച്ചിടല്ല, നമ്മളിപ്പം അകം പുറത്തേക്കാക്കിയിട്ട് അകത്തുള്ള ഭാഗം നമ്മൾ പുറത്തേക്കാക്കിയിട്ട് നമ്മൾ ഇടുന്നത് മറിച്ചിടുക എന്ന് പറയും നമ്മള്. ഇവിടെ നമ്മൾ അങ്ങനെ പറയാ. സോ അതിന് നമ്മൾ എന്താ ഹെഡ്സെറ്റ്, സോ അതിന് നമ്മൾ എങ്ങനെയാ പറയാ എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക, അറിയില്ലെങ്കിൽ നോ പ്രോബ്ലം. ഓക്കെ, നമ്മള് ഡ്രസ്സ് മറിച്ചിടുന്നതിന് നമ്മൾ എന്താ പറയാ? നമുക്ക് യൂസ് ചെയ്യാം, ഗോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ, നോ പ്രോബ്ലം. ഓക്കെ, സോ ഇതൊന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. ഫ്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, നമ്മളിപ്പം മറിയുന്നതിന് ഫ്ലിപ്പ് പറയും. അതുപോലെ നമ്മൾ ഈ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മറിച്ചിടുമല്ലോ, അതിനാണ് ആ മറിച്ചിടലിനാണ് ഫ്ലിപ്പ് എന്ന് പറയാം കേട്ടോ. ഇപ്പൊ ഈ മറിച്ചിടൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പാൻസ് ഒക്കെ നമ്മൾ ഉൾഭാഗം നമ്മൾ പുറത്തേക്ക് ആക്കിയിട്ട് നമ്മൾ ഇടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ ഒരു സംഭവമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഷോർട്സ് മറിച്ചിട്ടു എന്നുള്ളത് നമ്മള് ഇൻസൈഡ് ഔട്ട് എന്ന് പറയാം. ഓക്കെ, ദ ഷോർട്സ് ആർ ഇൻസൈഡ് ഔട്ട്. ഓക്കെ, ദ ഷോർട്സ് ആർ ഇൻസൈഡ് ഔട്ട്. ചെയ്താൻ പറ്റുമോ? ഫ്ലിപ്പ് അല്ല കേട്ടോ. ഫ്ലിപ്പ് നമ്മളിപ്പോ പത്തിരിയൊക്കെ മറിച്ചിടൂലേ, അതിന് നമ്മൾ ഫ്ലിപ്പ് പറയും. അതുപോലെ നമ്മൾ തന്നെ മറിയുന്നതിന് നമ്മള് ഫ്ലിപ്പ് പറയും. ഫോട്ടോസ് ഷെയർ ചെയ്താൽ മതി. കിട്ടുമോ അറിയില്ല, മറ്റേത് സ്ക്രീൻഷോട്ട് പറയാം.
ഓക്കെ സോ അത് കംപ്ലീറ്റ് ഇല്ലല്ലോ അജയോടെ ഡെയിലി നമുക്ക് കുറച്ച് വേർഡ്സ് പഠിച്ചാല് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഐ തിങ്ക് ഓക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഓക്കെ സോ നിങ്ങൾക്കിപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം ഒന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യണേ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ സ്ക്രീനിൽ നോ ഞാൻ പോയിട്ടൊന്നുമില്ല ഞാൻ അവിടെ തന്നെ ഉണ്ട് കേട്ടോ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടേ ഞാൻ പോവുള്ളൂ ഓക്കെ അതുപോലെ ഓക്കെ വെയിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ കാണാൻ പറ്റും കേട്ടോ പിന്നെ നമ്മളിപ്പം നമ്മുടെ ബട്ടൺസ് ഒക്കെ നമ്മള് തെറ്റായ രീതിയിൽ നമ്മൾ ഇടുകയാണെങ്കിൽ അതിനെന്താ പറയാ നമ്മള് അറിയാൻ പറ്റുമോ മിസ്അലൈൻഡ് എന്നാ പറയാ കേട്ടോ മിസ്അലൈൻഡ് ഇപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ സോക്സ് മാറ്റിയിടുക പിന്നെ നമ്മളെ ബെൽറ്റ് ആണെങ്കിലും അതുപോലെ നമ്മുടെ ബാഗിന്റെ ഒക്കെ സ്ട്രാപ്പ് ട്വിസ്റ്റ് ആയിട്ടിരിക്കുക അതുപോലെ സിബ് ഓപ്പൺ ചെയ്യുക ഇതിന്റെയൊക്കെ സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്തുതരാം കേട്ടോ ഇപ്പൊ നമ്മൾ പറയും എന്റെ സിബ് ഓപ്പൺ ചെയ്തിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് പറയാം യുവർ ഫ്ലൈ ഈസ് ഓപ്പൺ ഓക്കെ സോ യുവർ ഫ്ലൈ ഈസ് ഓപ്പൺ അല്ലെങ്കിൽ
യുവർ ഫ്ലൈ ഈസ് അൺസിപ്ഡ് എന്നും പറയാം നമുക്ക് കേട്ടോ. ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്നു. ദ ഷോർട്സ് ആർ, അവിടെ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ? യോ കാണാൻ കഴിയുന്നുണ്ട്. ഷോർട്സ് ആർ ഇൻസൈഡ് ഔട്ട്. നമ്മൾ പാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റൊന്നല്ലേ ഉള്ളൂ, ഒറ്റൊന്നല്ലേ ഉള്ളൂ എന്ന് ചോദിക്കും. പക്ഷെ പാൻസ് എന്നാ പറയേണ്ടത്. ഷോർട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈസ് അല്ല യൂസ് ചെയ്യുക, ആറാണ് യൂസ് ചെയ്യുക കേട്ടോ. ദ ഷോർട്സ് ആർ ഇൻസൈഡ് ഔട്ട്. ഇൻസൈഡ് ഔട്ട് ഇനി next, the shots are inside out എന്ന് പറയാൻ മതി. ഓക്കെ, പിന്നെ നമ്മള് തല തിരിച്ചിടുക എന്ന് പറയും. നമ്മള് ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഫ്രണ്ട് നമ്മൾ ബാക്കിലോട്ട് ഇടുന്ന സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ എങ്ങനെയാ പറയാ? നമ്മള് ഫ്രണ്ടിലോട്ട് ഇടേണ്ട സംഭവം നമ്മൾ ബാക്കിലോട്ടായിട്ട് നമ്മൾ മാറി ഇടാറുണ്ടല്ലോ. സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം, ഇപ്പൊ ഇത് ഷർട്ട് ആണെങ്കിൽ നമുക്ക് പറയാം ഷർട്ട്, യുവർ ഷർട്ട് ഈസ് ബാക്ക്വേർഡ് എന്ന് പറയാം. അപ്പൊ നമ്മളിവിടെ ദ ഷർട്ട് ഈസ് ബാക്ക്വേർഡ് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു പെൺകുട്ടിനെ നമ്മൾ കാണുകയാണെങ്കിൽ ഹെർ ഷർട്ട് ഈസ് ബാക്ക്വേർഡ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, പിന്നെ അപ്പൊ അത് ടോപ്പ് ആണെങ്കിൽ നമുക്ക് ടോപ്പ് പറയാം, പാൻസ് ആണെങ്കിൽ പാൻസ് പറയാം. ഇനി നെക്സ്റ്റ്, അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. റൈറ്റ്? ഓക്കെ, നമ്മൾ ഈ ബട്ടൺസ് ഒക്കെ ഇടുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറി പോവാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ മിസ് അലൈൻഡ് എന്ന് പറയും. ഓക്കെ, മിസ് അലൈൻഡ്. അപ്പൊ നമ്മൾ പറയും യുവർ ബട്ടൺസ് ആർ മിസ് അലൈൻഡ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, പക്ഷെ മാറിയിട്ടുണ്ടാവും. യുവർ ബട്ടൺസ് ആർ മിസ് അലൈൻഡ്. Your buttons are misaligned. Misaligned എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി നമ്മളിപ്പോ സിപ്പ് ഒക്കെ ഓപ്പൺ ആണെങ്കിൽ നമ്മൾ പറയും, ഞാൻ സെൻഡ് ചെയ്തിട്ടുള്ള മോർ പിക്ചേഴ്സ്, ഗെറ്റ് ഇറ്റ് റൈറ്റ്. സിപ്പ് ഓപ്പൺഡ് ആണെങ്കിൽ നമ്മൾ പറയും എന്താ പറയാ, യുവർ ഫ്ലൈ ഈസ് ഓപ്പൺഡ് എന്ന് പറയാം. ബട്ട് ഇവിടെ ഇപ്പം അൺസിപ്ഡ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. യുവർ ഫ്ലൈ ഈസ് ഓപ്പൺഡ് ഓർ യുവർ ഫ്ലൈ ഈസ് അൺസിപ്ഡ്. ഓക്കേ, യുവർ ഫ്ലൈ ഈസ് അൺസിപ്ഡ്. അപ്പൊ ഇതൊന്നും മറക്കണ്ട കേട്ടോ, അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഈ ചെറിയ ചെറിയ വലിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ മറന്നു പോകും. ഓക്കെ, ഇനി സോക്സ് ഒക്കെ മാറി ധരിക്കൂലേ, ചെരുപ്പൊക്കെ അതേപോലെ മാറി ധരിക്കൂലേ നമ്മള്. അതേപോലെ ഇപ്പൊ എന്താ പറയാ, ഒരു മാച്ച് അല്ലാത്ത രീതിയിൽ നമ്മൾ ധരിക്കുന്നതിന് അല്ലെങ്കിൽ ഷോളൊക്കെ നമ്മൾ മാറി ഇടുന്നതിന്, ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ സോക്സ് എന്നുള്ള ഒരു ഉദാഹരണം കൊടുത്തിട്ടുള്ളത്. യുവർ സോക്സ്, ദ സോക്സ് ആർ മിസ്മാച്ച്ഡ്. ഇപ്പൊ സ്ലിപ്പർ ആണെങ്കിൽ നമുക്ക് പറയാം യുവർ സ്ലിപ്പേഴ്സ് ആർ മിസ്മാച്ച്ഡ് എന്ന് പറയാം അല്ലെ. യുവർ ഷൂസ് ആർ മിസ്മാച്ച്ഡ്. നമുക്ക് അങ്ങനെ പറയാം, മാറിയിട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുള്ളൂ നമ്മള്. മിസ്മാച്ച്ഡ് എന്നാ പറയാ കേട്ടോ. ഇനിയിപ്പം
നമ്മളെ ബാഗിന്റെ ഒക്കെ സ്ട്രാപ്പ് നമ്മള് ട്വിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും യുവർ സ്ട്രാപ്പ് ഈസ് ട്വിസ്റ്റഡ്. ഓക്കെ, യുവർ സ്ട്രാപ്പ് ഈസ് ട്വിസ്റ്റഡ്. പിന്നെ വേറെന്താവും? ആ, നമ്മള് കൈ ഇങ്ങനെ കയറ്റി വെക്കൂലേ, നമ്മള് ഡ്രസ്സിന്റെ ഒക്കെ കൈ ഇങ്ങനെ കയറ്റി വെക്കൂലേ, മടക്കി ഇങ്ങനെ വെക്കൂലേ, അതായത് ഷർട്ട് ടീഷർട്ട് ഒക്കെ ആണെങ്കിൽ അപ്പം റോൾ അപ്പ് എന്നാ പറയാ, മറ്റേത് റോൾ ഡൗൺ, താഴോട്ട് ആക്കി വെക്കുന്നതിന് റോൾ ഡൗൺ എന്നാ പറയണ്ടേ കേട്ടോ. ഓക്കെ, പിന്നെ നമ്മള് എന്താ പറയാ, നമ്മുടെ കോളർ നമ്മൾ നേരെ ആക്കി വെക്കാണ്ട് നമ്മള് ഇങ്ങനെ പൊക്കി വെക്കുമല്ലോ കോളറ്. സോ അതിന് പോപ്ഡ് ഔട്ട് എന്നാ പറയാ കേട്ടോ. ദ കോളർ ഈസ് പോപ്ഡ് ഔട്ട്. ദ കോളർ ഈസ് പോപ്ഡ് ഔട്ട്. വാട്ട് should I send it? The collar is popped out. Popped. പിന്നെ ഔട്ട്, സോറി പോപ്ഡ് അപ്പ്. ഓക്കെ, ഔട്ട് അല്ല, അപ്പാണ് കേട്ടോ. പോപ്ഡ് അപ്പ്. യുവർ കോളർ ഈസ്, ഇത് വേണമെന്നില്ല, ഇനി മതി, കുഴപ്പമില്ല. ഓക്കെ, ഏകദേശം നമ്മുടെ ടൈം അല്ലെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. നമുക്ക് പുതിയ വൊക്കാബുലറി ഒക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗ്രാമറിന്റെ പാർട്ടും ഒരു 15 മിനിറ്റ് നമുക്ക് വൊക്കാബുലറി വേണ്ടിട്ട് മാറ്റി വെക്കാം. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ഗ്രാമറിന്റെ പാർട്സ് നമുക്ക് പഠിക്കാം. സോ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. The last one is the tag is sticking out. ടാഗ് പുറത്ത് കാണുന്നതിന് നമ്മൾ പറയുമല്ലോ, അപ്പൊ അതിന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? The tag is sticking out. Okay. So ഞാനിപ്പോ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് വീക്ക് എന്തായാലും നമുക്ക് കാണാം, പുതിയ കാര്യങ്ങളായിട്ട് വരാം കേട്ടോ. സോ ഓക്കെ, ഗോയിങ് ടു വൈൻഡ് അപ്പ് ദ സെഷൻ നൗ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ anyway we can meet next week. Okay,